all, welcome to Entry. ഞാൻ ജിസ്ന. അപ്പോൾ നമ്മുടെ അക്കൗണ്ടൻസിയിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊമിസറി നോട്ടിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും മാറിപ്പോവരുത്. പ്രൊമിസറി നോട്ട് ഉണ്ടാക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്, എത്ര പാർട്ടീസ് ഉണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനുള്ളത്, ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊമിസറി നോട്ടിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, PBC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു PBC? പ്രൊമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക്. പ്രൊമിസറി നോട്ടിൻ്റെ സെക്ഷൻ 4 ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സെക്ഷൻ എന്തായിരിക്കും? 5 ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഓക്കെ, മീനിങ് ഇത് ഒരു ഡെഫിനീഷനാണ്. ഡെഫിനീഷൻ ഒന്നും നമുക്ക് ചോദിക്കില്ല, ജസ്റ്റ് ഇതറിയാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നതാണ് ഡെഫിനീഷൻ. ആസ് പെർ സെക്ഷൻ 5 കണ്ടോ, സെക്ഷൻ 5, a bill of exchange is defined as an instrument in writing containing an unconditional order signed by the maker directing a person, ഇത് ഈ വേർഡൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ, directing a person to pay a certain sum of money only or to the order of a certain person or to the bearer of the instrument. അതായത് ഇവിടെ ഒരാൾ മറ്റൊരാളോട് ഓർഡർ ഇടുക, എന്ത് അൺകണ്ടീഷണലായിട്ട് ഒരു ഓർഡർ ഇടുകയാണ്. എന്ത് ഓർഡർ പറയുന്നത്? നീ ഇത്രയും രൂപ എനിക്ക് തന്നുകൊള്ളണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് കൊടുത്തു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇടുന്ന ഓർഡറിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പ്രൊമിസറി നോട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? ഐ പ്രോമിസ് ടു പേ, നിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ ഞാൻ തിരിച്ചു തന്നു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്റ്റർ എഴുതി തയ്യാറാക്കുന്നതാണ് പ്രോമിസറി നോട്ട്. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് ആൻ ഓർഡറാണ്. എന്ത് ഓർഡർ? നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ ഒന്നുകിൽ ഞാൻ ചോദിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഒന്നുകിൽ ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ എനിക്കോ ഒന്നുകിൽ എനിക്ക് തിരിച്ചു തരിക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് the order of a certain person or to the bearer of the instrument. bearer of the instrument എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആൾക്കെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമുക്ക് പഠിക്കാം, എൻഡോഴ്സ് ചെയ്ത് കൊടുക്കണ കേസൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വേറൊരാളുടെ പേരിലേക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഒന്നുകിൽ എനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബെയറർക്ക് കൊടുത്തു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റർ എഴുതി തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത് ആരാണ്? ക്രെഡിറ്ററാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത് ക്രെഡിറ്ററാണ്. എന്താ അവിടെ പറയണത്? നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എനിക്ക് തിരിച്ചു തന്നു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒന്നുകിൽ എനിക്കല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് ഇന്ന ദിവസം തന്നുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാർട്ടീസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടീസ് ഉണ്ടാവും? നമ്മൾ പ്രൊമിസറി നോട്ടിൽ 2 പാർട്ടീസാണ് പഠിച്ചത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമുക്ക് 3 പാർട്ടീസാണുള്ളത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസാണുള്ളത്. ആരൊക്കെയാണ്? ഡ്രോയർ, ഡ്രോയി, പേയ്. ഡ്രോയി, പേയ്. അപ്പോൾ ആരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്രോയർ എന്ന് പറയുന്നത്? ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ. The drawer of a bill of exchange law is always a creditor. അപ്പോൾ ഡ്രോയർ എന്ന് പറയുന്നത് ആരാണോ ബില്ലുണ്ടാക്കുന്നത് അവരെയാണ് നമ്മൾ ഡ്രോയർ എന്ന് പറയുന്നത്. പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഈസ് കോൾഡ് ഡ്രോയർ. ആരാണോ ബില്ല് എഴുതി തയ്യാറാക്കുന്നത് അവരെ നമ്മൾ ഡ്രോവർ എന്നാണ് വിളിക്കുന്നത്. The drawer of a bill of exchange is always a creditor. Bill of exchange in drawer എപ്പോഴും ആരായിരിക്കും? Creditor ആയിരിക്കും. The drawer of a bill of exchange is always a
ക്രെഡിറ്റർ. പ്രൊമിസറി നോട്ടിൻ്റെ ഡ്രോയർ എന്ന് പറയുന്നത് ആരാണ്? ഡെപ്റ്റർ ആണ്. ഓക്കെ, ദെൻ ഡ്രോയി, the person to whom the bill is drawn. ആരുടെ പേരിലാണോ ബില്ല് എഴുതി തയ്യാറാക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രോയി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരുടെ പേരിലാണോ, to whom the bill is drawn, ആരുടെ പേരിലാണോ ബില്ല് എഴുതി തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ, ആർക്കാണോ ഈ ബില്ല് കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ ഡ്രോയി എന്ന് വിളിക്കുന്നത്. The bill of exchange should be accepted by the ഡ്രോയി. നമ്മൾ പ്രൊമിസറി നോട്ടിൽ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് നെസസറി ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രൊമിസറി നോട്ട് ആരെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ക്രെഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആക്സെപ്റ്റൻസ് കമ്പൽസറി ആണ്. ബിക്കോസ് അതിന് നിയമത്തിൻ്റെ സാധ്യത വരണം എന്നുണ്ടെങ്കിൽ ഡെപ്റ്റർ അത് വാങ്ങി സൈൻ ചെയ്ത് തിരിച്ച് ക്രെഡിറ്ററെ ഏൽപ്പിച്ചാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. സോ ആക്സെപ്റ്റൻസ് ഷുഡ് ബി നെസസറി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഷുഡ് ബി ആക്സെപ്റ്റഡ് ബൈ ദി ഡ്രോയി. ഡ്രോയി എന്ത് തന്നെയായാലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ആളാണ് പേയി എന്ന് പറയുന്നത്. അപ്പോൾ 3 പാർട്ടീസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കുക. 3 പാർട്ടീസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കുക. ഡ്രോയർ, ഡ്രോയി, പേയ്. പേയ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഓർ എനി അതർ പേഴ്സൺ ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ എമൗണ്ട്. ഒന്നുകിൽ ക്രെഡിറ്റർ, നമുക്ക് സാധാരണ നോർമൽ കേസിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പേയ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. എക്സാമ്പിൾ പറഞ്ഞു തരാം, നമ്മുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. എ ബിക്ക് ഒരു 50,000 റുപ്പീസിൻ്റെ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എ ബിക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എ ക്രെഡിറ്റർ ആണ്, ബി ഡെപ്റ്റർ ആണ്. ഓക്കെ, ഇവിടെ ബില്ല് ഉണ്ടാക്കുന്നത് ആരാണ്? എ ആണ്. അത് ആരെ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം? ബി ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. സോ ഇൻ ദിസ് കേസ് ഹു ഇസ് ദ പേയി? പേയി എന്ന് പറയുന്നത് എ ആണ് അല്ലേ? നോർമൽ കേസിൽ എ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പൈസ കിട്ടാനുള്ളത് എക്കാണ്. പക്ഷേ എ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വേറൊരാൾക്ക് സി എന്ന് വേണ്ട എക്സ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇയാളുടെ കയ്യിലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏൽപ്പിച്ചു കൊടുത്തു. എൻഡോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എയുടെ കയ്യിലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് എക്സിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേയ് ഒരിക്കലും എ ആയിരിക്കില്ല, എക്സ് ആണ് ഇതിൻ്റെ പേയ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, പേയ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രോയർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. എയുടെ കയ്യിലുണ്ടായിരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് എ മുമ്പ് എക്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ത് ചെയ്തു? ഇയാളുടെ കയ്യിലുള്ള ഈ ബില്ല് ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? എക്സിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ ദിസ് കേസ് പേയ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബെനഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഇവിടെ എക്ക് കിട്ടുമായിരുന്നു, പക്ഷേ എ എന്ത് ചെയ്തു? എയുടെ കയ്യിലുണ്ടായിരുന്ന ബില്ല് എക്സിന് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേയ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയ് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. ഇറ്റ് മേ ബി ഇൻ പ്രിൻറ്റഡ് ഫോം. അത് പ്രിൻറ്റഡ് ഫോമിലും ആകാം. Then it must contain an order to make the payment but not just the request. ഓർത്ത് വയ്ക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത് ഒരു ഓർഡറാണ്. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ ഓർഡർ. അത് ഒരു ഓർഡറാണ്. ടു മേക്ക് ദ പേയ്മെൻറ്റ് ബട്ട് നോട്ട് ദ റിക്വസ്റ്റ്. ഒരിക്കലും അത് ഒരു റിക്വസ്റ്റ് അല്ല. നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ നീ എനിക്ക് തിരിച്ചു തന്നുകൊള്ളണം. ഡയറക്ഷനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓർഡറാണ് ഇടുന്നത്. ഇറ്റ് നോട്ട് റിക്വസ്റ്റ്. എനിക്ക് തരുമോ എന്നല്ല പറയുന്നത്, ഓർഡർ തന്നുകൊള്ളണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പേഴ്സൺ ഹു ഡ്രോസ് ദ ബിൽ ഈസ് കോൾഡ് ഡ്രോയർ. ആരാണോ ബില്ല് ഉണ്ടാക്കുന്നത് അവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡ്രോവർ എന്നാണ് വിളിക്കുന്നത്. ദ പേഴ്സൺ ടു ഹൂം ദ ബിൽ
is drawn, to whom the bill is drawn എന്നുണ്ട് കേട്ടോ. To whom the bill is drawn, ആരുടെ പേരിലാണോ ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത് അവരെയാണ് നമ്മൾ ഡ്രോയി അല്ലെങ്കിൽ ആക്സെപ്റ്റർ എന്നും പറയാറുണ്ട് കേട്ടോ. ഡ്രോയി അല്ലെങ്കിൽ ആക്സെപ്റ്റർ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആരാണ്? ക്രെഡിറ്റർ ആണ്, ഇത് ഡെപ്റ്റർ ആണ്. ഓക്കെ, ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഷുഡ് ബി ആക്സെപ്റ്റഡ് ബൈ ദ ഡ്രോയി. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരെ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം? ഡ്രോയി ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഇറ്റ് ഹാസ് നോ വാല്യൂ, അതിന് എന്തുണ്ടാവില്ല? അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ഓക്കെ, അത് ഡ്രോയി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റർ വാങ്ങി അതിന് സൈൻ ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. Okay, the liability of the drawer of the bill is secondary and conditional, not this. എന്താണ്? Liability of the drawer of the bill is secondary and conditional. നമ്മുടെ promissory നോട്ടിൽ നമ്മൾ പറഞ്ഞു liability of the drawer of a promissory note is primary and absolute. promissory നോട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോയറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രൈമറി ആയിരിക്കും, ആബ്സല്യൂട്ടും ആയിരിക്കും. പക്ഷേ ലയബിലിറ്റി ഓഫ് ദി ഡ്രോയർ ഓഫ് ദ ബില്ലിൻ്റെ ഡ്രോയറുടെ ലയബിലിറ്റി, ദാറ്റ് ഈസ് ക്രെഡിറ്ററുടെ ലയബിലിറ്റി എപ്പോഴും സെക്കൻഡറി ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ലയബിലിറ്റി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രൈമറി ലയബിലിറ്റി എപ്പോഴും ആർക്ക് തന്നെയാണ്? ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താനുള്ള ലയബിലിറ്റി എപ്പോഴും ആർക്ക് തന്നെയാണ്? എപ്പോഴും ഡെപ്റ്റർക്കാണ് അല്ലേ. അപ്പോൾ ഡ്രോയിക്കാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ലയബിലിറ്റി ഓഫ് ദി ഡ്രോയി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രോയർ അല്ല ഡ്രോയി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൈമറി. പക്ഷേ ഡ്രോയറുടെ ലയബിലിറ്റി എപ്പോഴും സെക്കൻഡറി ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത് ആരാണ്? എപ്പോഴും ക്രെഡിറ്ററാണ്. ക്രെഡിറ്റർക്കാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബാധ്യത? പേയ്മെൻറ്റ് ചെയ്യാനുള്ള ബാധ്യത അല്ല, അതിൻ്റെ പേയ്മെൻറ്റ് നടത്താനുള്ള ബാധ്യത ഓൾവേസ് ഡെപ്റ്റർക്കാണ്. അല്ലെങ്കിൽ ആരെയാണ്? നമുക്ക് ഡ്രോയിക്കാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പേയ്മെൻറ്റ് നടത്താനുള്ള ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ബാധ്യത മാത്രമാണ് ആർക്ക് വരുന്നത്? ഡ്രോയർക്ക് വരുന്നുള്ളൂ. അത് ഏത് കേസിൽ മാത്രം? ഡ്രോയർ ഈ ബില്ലുകൾ ആർക്കെങ്കിലും എൻഡോഴ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം ഇയാൾക്ക് വരുന്നതാണ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. കണ്ടീഷൻ എന്ന് പറയണത് എന്താണ്? കണ്ടീഷൻ എന്ന് പറയണത് ഡ്രോയി അതായത് ഡെപ്റ്റർ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ രണ്ടാമത്തെ ലയബിലിറ്റി ആയിട്ട് ഇദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദ ലയബിലിറ്റി ഓഫ് ദി ഡ്രോയർ ഓഫ് ദി ബിൽ ഈസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. ദെൻ ഇഫ് in some case the drawer and payee may be same in the case of bill of exchange. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻ സം കേസ്, ചില സിറ്റുവേഷൻസിൽ എന്താണ്? ഡ്രോയറും പേയും സെയിം ആവാറുണ്ട്. നമ്മൾ 3 പാർട്ടീസിൻ്റെ കേസ് നമ്മൾ പഠിച്ചു അല്ല. ആരൊക്കെയാണ്? ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. സാധാരണ കേസിൽ ഡ്രോയറും പേയും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ക്രെഡിറ്ററും പേയും സെയിം ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ മറ്റു ചില കണ്ടീഷൻസിൽ ഡ്രോയറും പേയും അല്ലെങ്കിൽ ക്രെഡിറ്ററും പേയും സെയിം ആണെന്ന് നിർബന്ധമില്ല. ക്രെഡിറ്റർ ഈ നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പേയി വേറൊരാളാണ് അല്ലേ. നേരത്തെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണത്. ഓക്കെ, ദ ഡ്രോവർ ഓഫ് ദ ബിൽ ഈസ് ഓൾവേസ് എ ക്രെഡിറ്റർ നമ്മൾ പറഞ്ഞതാണ്. ദെൻ ദ എമൗണ്ട് ഷുഡ് ബി ഡെഫിനിറ്റ്. അവിടെ എമൗണ്ട് കറക്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഡ്രോവർ ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഓൾവേസ് എ ക്രെഡിറ്റർ. ക്രെഡിറ്റർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നത്. ദെൻ എമൗണ്ട് ഡെഫിനറ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഫിക്സഡ് ഡേറ്റ് ഫോർ ദ എമൗണ്ട് ടു ബി പെയ്ഡ്. ഓക്കെ, നമ്മൾ ചില കേസിൽ ഫിക്സഡ് ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്ന ദിവസം എനിക്ക് തന്നുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കാൽ പറഞ്ഞാൽ പോരാ. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി തന്നിരിക്കണം, അല്ലെങ്കിൽ എഴുതി കൊടുത്തിരിക്കണം ഇന്ന ദിവസം എന്ന് അവിടെ particularly നമ്മളവിടെ മെൻഷൻ ചെയ്തിരിക്കണം. Then the amount stated in the bill of exchange should be paid on demand or on the expiry of the fixed date. ഒന്നുകിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്താറുള്ളത്. ഓക്കെ, the next one, it must be signed by the drawer and drawee. അത് സൈൻ ചെയ്തിരിക്കണം ഡ്രോയറും ഡ്രോയിയും. ഓക്കെ, ഡ്രോയറും ഡ്രോയിയും, ദാറ്റ് ഈസ് ഡെപ്റ്ററും ക്രെഡിറ്ററും.
Then in case the bill has been discounted, the bank becomes payee. ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആരാ പേയി വരണേ? ബാങ്കാണ് പേയി വരണത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയുടെയും ബിയുടെയും എക്സിൻ്റെയും കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എ ആരായിരുന്നു? ക്രെഡിറ്റർ ആയിരുന്നു. ബി ഡെപ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എയുടെ കയ്യിലിരിക്കുന്ന ബില്ല് എക്സിന് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആരാണ്? അപ്പോൾ എക്സ് ആണ് പേയ്. ഇതൊരു കേസാണ്. രണ്ടാമത്തെ ഒരു കേസ് പറയാണ്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് എയുടെ കയ്യിലിരിക്കുന്ന ബില്ല് എക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിൽസ് ഡിസ്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബില്ലിൻ്റെ എമൗണ്ട് 50,000 രൂപയായിരുന്നു. 50,000 റുപ്പീസിൻ്റെ ബില്ലാണ് എയുടെ കയ്യിലുണ്ടായിരുന്നത്. മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ഫെബ്രുവരി 20th ആണ്. ഫെബ്രുവരി 20th ആണ്. സപ്പോസ് എക്ക് ഫെബ്രുവരി 10th ആയപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ എക്ക് എന്ത് ചെയ്യാം? എയുടെ കയ്യിലിരിക്കുന്ന ഈ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൈമാറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാഷ് ചെയ്യാം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഈ ബില്ല് അവിടെ വാങ്ങി വെച്ചിട്ട് ഈ ബില്ലിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള ഈ 50,000 രൂപ ഫുൾ എമൗണ്ട് കൊടുക്കത്തില്ല. ഓക്കെ, ബില്ലിൻ്റെ എമൗണ്ട് 50,000 രൂപയാണ് എങ്കിൽ കൂടി ചെറിയൊരു എമൗണ്ട് അവിടെ പിടിച്ചു വെച്ചിട്ടാണ് ബാങ്ക് ഇത് പേ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുവാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് അവിടെ പിടിച്ചു വെച്ചിട്ട് ഡിപ്പെൻസ് ആണ് കേട്ടോ. എമൗണ്ടിനനുസരിച്ചിട്ടും നമ്മുടെ ബില്ലുകൾ പലതരത്തിലുള്ള ബില്ലുകളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബില്ലുകൾ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ബില്ലുകൾക്കും എമൗണ്ട് അവർ പിടിക്കുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, എന്ത് തന്നെയാലും ഫുൾ എമൗണ്ട് ബാങ്ക് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ബാങ്ക് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ല് ബാങ്കിൽ വാങ്ങി വെച്ചിട്ട് ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 48,000, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, 48,000 റുപ്പീസ് എക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. 48,000 റുപ്പീസ് എക്ക് കൊടുത്തു. ഓക്കെ, ദെൻ ഇൻ ദിസ് കേസ് ഇപ്പോൾ ബില്ലിൻ്റെ എമൗണ്ട്, ബില്ല് എവിടെ ഇരിക്കുന്നത്? ബാങ്കിലാണ്. അപ്പം മെച്യൂരിറ്റി ഡേറ്റ് ആവണ സമയത്ത് ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും ബാങ്കിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ വാങ്ങി, അതൊക്കെ ഓക്കെ, പക്ഷേ പേയ് എന്ന് പറയണത് ബാങ്കാണ്. ബിക്കോസ് എന്താ അവിടെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്ത് അതിൻ്റെ എമൗണ്ട് വാങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനലി മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ബി ഇതിൻ്റെ പേയ്മെൻറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? ബാങ്കിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ബിൽസ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ആയിരിക്കും അതിൻ്റെ പേയ് എന്ന് പറയുന്നത്. ദെൻ എ ബിൽ ബിഫോർ ആക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് എന്ന്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്? ഡെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. നമ്മളത് ഉണ്ടാക്കി, നമ്മൾ മീൻസ് ക്രെഡിറ്റർ അത് ഉണ്ടാക്കി ഡെപ്റ്ററെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മാത്രമേ അതിന് നിയമസാധ്യത കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ ക്രെഡിറ്റർ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് എന്ന്. ദെൻ എ ബിൽ പേയബിൾ ഓൺ ദ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് ബിൽസ് മെച്യൂർഡ്. എന്നാണ് ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്? ഇപ്പോൾ ഫെബ്രുവരി 20ാം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി 20th ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ബിൽസ് മെച്യൂർഡ് എന്ന്. ബിൽസ് മെച്യൂർഡ്. എ ബിൽ പേയബിൾ ഓൺ ദ ഡ്യൂ ഡേറ്റിലാണ് ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബിൽസ് മെച്യൂർഡ്. ദ നെക്സ്റ്റ് വൺ ബിൽസ് ഡിസ്കൗണ്ടിങ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. The process of encashing the bill by a bank before the maturity date is called bills discounting. മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് ബില്ലിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ എൻക്യാഷ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബിൽസ് ഡിസ്കൗണ്ടിങ്. ദ പ്രോസസ് ഓഫ് എൻക്യാഷിങ് ദ ബിൽ ബൈ എ ബാങ്ക് ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യില്ല, അതറിയാമല്ലോ. ഓക്കെ, അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് നമ്മൾ ബാങ്കിൽ പോയിട്ട് ബില്ലിൻ്റെ പേയ്മെൻറ്റ് കൈപ്പറ്റുന്നതിനെയാണ് അല്ലെങ്കിൽ ബില്ല് എൻക്യാഷ് ചെയ്യുന്നതിനെയാണ് ബിൽസ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്.
The next one, bills retiring. When a bill is met before due date, it is called retiring the bill. Due dateന് മുൻപായിട്ട്, നമ്മൾ എക്സാമ്പിൾ ഫെബ്രുവരി 20 തന്നെയാണെന്ന് വിചാരിക്കാം. ഫെബ്രുവരി 20-ാം തീയതിയാണ്, ഫെബ്രുവരി 20th നമ്മുടെ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. സപ്പോസ് ഒരു ഫെബ്രുവരി 5-ാം തീയതി ആയപ്പോൾ ഡെപ്റ്റർക്ക് പൈസ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റർ മെച്യൂരിറ്റി ഡേറ്റിന് വെയിറ്റ് ചെയ്യാതെ, കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം കയ്യിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ അത് ചിലവായി പോകും. അപ്പോൾ ഡെപ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ചിലവായി പോണേക്കാളും മുമ്പായിട്ട് എന്ത് ചെയ്തു, ക്രെഡിറ്റർക്ക് കൊണ്ട് കൊടുത്തു. വെയിറ്റ് ചെയ്തില്ല, ഫെബ്രുവരി 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഡെപ്റ്റർ എന്ത് ചെയ്തു, നേരത്തെ തന്നെ പൈസ കൊണ്ട് ക്രെഡിറ്റർക്ക് കൊടുത്തു. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റിട്ടയറിങ് എന്ന്. വെൻ എ ബിൽ ഈസ് മെറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ പറയുന്ന പേരാണ് റിട്ടയറിങ്. Okay, then in case of retiring of a bill, the holder usually allows a discount to the debtor. It is called rebate. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റി ഡേറ്റിന് കുറച്ച് ദിവസം മുമ്പായിട്ടാണ് ആര് പേയ്മെൻറ്റ് നടത്തിയത്, ഡെപ്റ്റർ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ നല്ല ക്രെഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറയും, ഒരു കാര്യം ചെയ്യൂ, നീ എന്തായാലും ഇത്രയും ദിവസം മുൻപ് ഇതിൻ്റെ പേയ്മെൻറ്റ് തന്നതല്ലേ, കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് തന്നാൽ മതി, ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കും. ആ ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് റിബേറ്റ്. ഓർത്ത് വയ്ക്കുക. ഇത് കുറേ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോരുത് കേട്ടോ. റിട്ടയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് തന്നെ ഡെപ്റ്റർ ബില്ലിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിട്ടയറിംഗ് ഓഫ് ദി ബിൽ എന്ന് വിളിക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് റിബേറ്റ് ആണ്. റിട്ടയറിംഗ് ചെയ്യുന്ന സമയത്ത് ആരലൗ ചെയ്യുന്നതാണ്, ക്രെഡിറ്റർ അലൗ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക, അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടിനെ, ചെറിയൊരു എമൗണ്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ അത്ര കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലൗ ചെയ്യുന്നതിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ബട്ട് റിബേറ്റ് ഈസ് നോട്ട് കമ്പൽസറി. റിബേറ്റ് എന്ന് പറയണത് കമ്പൽസറി അല്ല. അതായത് ഡെപ്റ്റർക്ക് ചോദിക്കാൻ പറ്റില്ല, ഞാൻ ഇത്രയും ദിവസം മുൻപ് തന്നതല്ലേ, നീ എന്ത് തന്നെ ആയാലും എനിക്ക് റിബേറ്റ് തന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഡെപ്റ്റർക്ക് ആവശ്യപ്പെടാനായിട്ട് പറ്റത്തില്ല. സപ്പോസ് ക്രെഡിറ്റർ കൊടുത്താൽ വാങ്ങിക്കാം, അത്ര മാത്രമേ അവിടെയുള്ളൂ കേട്ടോ. ദെൻ renewal of the bill. The process of drawing and accepting a new bill by cancelling the old bill is called renewal of the bill. Renew ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, പുതുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ പഴയ ബില്ല് ക്യാൻസൽ ചെയ്ത് പുതിയൊരു ബില്ല് അതേ സ്ഥാനത്തേക്ക് ഉണ്ടാക്കുന്നതിനെയാണ് റിന്യൂവൽ ബില്ലെന്ന് പറയുന്നത്. എന്താണ്, പഴയ ബില്ല് ക്യാൻസൽ ചെയ്ത് പുതിയൊരു ബില്ല് ഉണ്ടാക്കുന്നതിനെയാണ് റിന്യൂവൽ ഓഫ് ദി ബിൽ എന്ന് പറയുന്നത്. ദെൻ റിട്ടൻഷൻ ഓഫ് ദി ബിൽ. ദെൻ റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, ദ ബിൽ റിട്ടേൺഡ് ബൈ ദ ഡ്രോയർ ടിൽ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് റിട്ടൻഷൻ ഓഫ് ദി ബിൽ. നമ്മൾ ഡെപ്റ്ററെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ക്രെഡിറ്റർ ആ ബില്ല് സൂക്ഷിച്ച് വെക്കണം അല്ലേ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പിടിച്ചു വെക്കുക. ബില്ല് വെറുതെ ഉണ്ടാക്കി ക്രെഡിറ്റർ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ പറയുന്ന പേര് ഡ്രാഫ്റ്റ് എന്നാണ്. പക്ഷേ ഈ ബില്ല് ഡെപ്റ്ററെ കൊണ്ട് സൈൻ ചെയ്തിട്ട് മെച്യൂരിറ്റി ഡേറ്റ് വരെ ആരാ വെക്കുന്നത്, ക്രെഡിറ്ററാണ് ചെയ്യുന്നത്. ക്രെഡിറ്ററുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റിട്ടൻഷൻ ഓഫ് ദി ബില്ലെന്ന്. Then next one, domiciliation. Accepting a bill and making it payable at the bank. ഇപ്പോൾ ബാങ്കിലാണ് ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡൊമിസിലിയേഷൻ ഓഫ് ദി ബിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നോട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് നോട്ടിങ് എന്ന് പറയുന്നത്, വെൻ എ ബിൽ ഓർ ചെക്ക് ഈസ് ഡിസ്ഓണേഡ് ബൈ നോൺ ആക്സെപ്റ്റൻസ് ഓർ നോൺ പേയ്മെൻറ്റ്. Non-acceptance or non-payment, the holder may cause such dishonor to be noted by a notary public. That is, bill dishonor ആവുക. ബില്ല് ഡിസോണർ ആവുക എന്ന് പറയുമ്പോൾ എന്താ, ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്താണ്ടിരിക്കണേനെയാണ് ബില്ല് ഡിസോണർ ആവുക. ചെക്ക് ഡിസോണർ ആവുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഡിസോണർ ആവുക എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് നടത്താണ്ടിരിക്കണേനെയാണ് ഡിസോണർ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസോണർ ആവുന്നത് രണ്ട് കേസിലാണ്. ഒന്നുകിൽ നോൺ ആക്സെപ്റ്റൻസ് വഴി, അല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് വഴി. ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഡെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ തന്നെ അത് ഡിസോണറായി.
എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ആര് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം, ഡെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. സപ്പോസ് ഡെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഓൾവേസ് ഡിസോണർ ആണ്. ദെൻ രണ്ടാമത്തെ കേസാണ് നോൺ പേയ്മെൻറ്റ്. നോൺ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്താണ്ടിരിക്കുക, അതിനെയാണ് നോൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് കേസിലായാലും എന്തായി, ഡിസോണറായത്. ഓക്കെ, ഇങ്ങനെ ഡിസോണറായിട്ട് ലീഗൽ ഫോർമാലിറ്റീസിന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റർ ഈ ഡിസോണറായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് നോട്ട് ചെയ്യിക്കണം. ഒരു നോട്ടറി പബ്ലിക്കിനെ കൊണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോട്ടറി വക്കീലിനൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ ഈ നോട്ടറി വക്കീലിനെ കൊണ്ട് അത് എഴുതിക്കണം, ഇന്ന ബില്ല് ഡിസോണറായി എന്ന് എഴുതിച്ചാൽ മാത്രമേ അത് ലീഗൽ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് നോട്ടിങ്. അല്ലാണ്ട് വെറുതെ എൻ്റെ കയ്യിലെ ബില്ല് ഡിസോണറായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ചെക്ക് ആയിക്കോട്ടെ ബില്ലായിക്കോട്ടെ അത് ഡിസോണറായി കഴിഞ്ഞാൽ അത് നോട്ടിങ് ചെയ്തിരിക്കണം. ആരെ കൊണ്ട്, നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നോട്ടിങ് ചെയ്തിരിക്കണം, ഇന്ന ബില്ല് അത് ഡിസോണറായി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോട്ടിങ്. ഓക്കെ, നോക്കൂ, ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്ട് ബൈ എ നോട്ടറി പബ്ലിക് ഇൻ ഹിസ് രജിസ്റ്റർ. അദ്ദേഹം എന്ത് ചെയ്യണു, ആളുടെ രജിസ്റ്ററിൽ ഇന്ന നമ്പറിലുള്ള ബില്ല് അല്ലെങ്കിൽ ചെക്ക് അത് ഡിസോണറായി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോട്ടിങ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, നോട്ടിങ് ചാർജ് എന്ന് പറയുന്നത് ആരാ കൊടുക്കേണ്ടത്? ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിങ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നോട്ടറി പബ്ലിക്ക് നോട്ടിങ് ചെയ്യുന്നതിന് അദ്ദേഹം ഫ്രീ ആയിട്ടല്ല അത് ചെയ്ത് തരണത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. ഈ നോട്ടിങ് ചെയ്ത് തരുന്നതിന് പകരമായിട്ട് അദ്ദേഹത്തിന് ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് നോട്ടിങ് ചാർജ് എന്നാണ്. ഓക്കെ, അപ്പോൾ നോട്ടിങ് ചാർജ് ആരാ കൊടുക്കേണ്ടത്? നമ്മൾ നോട്ടിങ് ചെയ്യിക്കുന്നത് ആരാണ്? ക്രെഡിറ്ററാണ് നോട്ടിങ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ ഇന്ന ആൾ എനിക്ക് തിരിച്ച് തന്നില്ല എന്ന് ആരാ പറയുന്നത്? ക്രെഡിറ്ററാണ്. സോ നോട്ടിങ് ചാർജ് ഫസ്റ്റ് പെയ്ഡ് ബൈ ദ ഹോൾഡർ. ആദ്യം തന്നെ നോട്ടിങ് ചെയ്യിക്കുന്നത് ഹോൾഡറാണ്. അപ്പം അതായത് ആരുടെ കയ്യിലാണോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്, നമുക്ക് ക്രെഡിറ്റർ എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ബിക്ക് നമ്മൾ എ ബി എക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാളുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇയാൾ എക്സിന് കൈമാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ആണ് പേയ്, അപ്പോൾ എക്സ് ആണ് ഹോൾഡർ. അപ്പോൾ ആരുടെ കയ്യിൽ വെച്ചിട്ടാണ് ഡിസോണർ ആയിട്ടുള്ളത്? മെച്യൂരിറ്റി ഡേറ്റ് ആയപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാനുള്ള അവകാശം എക്സിനാണ്. അപ്പോൾ എക്സിന് ആ സമയത്ത് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് നോട്ടിങ് ചെയ്യിക്കുന്നത് ആരാണ്? എക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടിങ് ചാർജ് ആദ്യം തന്നെ കൊടുക്കേണ്ടത് ഹോൾഡറാണ്. പിന്നീട് ലേറ്റർ ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദി ആക്സെപ്റ്റർ. പിന്നീട് എന്ത് തരും എന്നാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നായാലും ബി കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അത് ബില്ലിൻ്റെ എമൗണ്ട് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ എത്രയാണോ നോട്ടിങ് ചാർജ് കൊടുത്തത് അതും ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള അധികാരമുണ്ട്? ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും അതും കൂടി ഈടാക്കാനുള്ള അധികാരം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോട്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോട്ടിങ് ചാർജ് ആദ്യം കൊടുക്കുന്നത് ഹോൾഡറാണ്. ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതുക. ക്രെഡിറ്റർ എന്നാണ് ഓപ്ഷനിലുള്ളത്, ക്രെഡിറ്റർ എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്ററാണ് എഴുതേണ്ടത്. ഹോൾഡർ എന്നാണ് നമ്മുടെ ഓപ്ഷനിലുള്ളതെന്നുണ്ടെങ്കിൽ ഹോൾഡറിന് നമ്മൾ ആൻസർ എഴുതാം. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യം തന്നെ ഹോൾഡർ അല്ലെങ്കിൽ ക്രെഡിറ്റർ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തും. പിന്നീട് ഇതിൻ്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ നോട്ടിങ് ചാർജും കൂടി ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും ഈടാക്കാറുണ്ട്. നോട്ടിങ് ചാർജസ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദി ആക്സെപ്റ്റർ. നോട്ടിങ് ചാർജ് എന്ന് പറയുന്നത് ആക്സെപ്റ്റർക്ക് എക്സ്പെൻസ് ആണ്. ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ഡെപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഈസ് മസ്റ്റ് ഫോർ ഫോറിൻ ബിൽ. നോട്ടിങ് ചാർജസ് ആർ നോർ ദ ഗെയിൻ നോർ ലോസ് ടു ദ ഡ്രോയർ. അപ്പോൾ നോട്ടിങ് ചാർജ് ഫോറിൻ ബില്ലുകൾക്ക് കമ്പൽസറി ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. നോട്ടിങ് ചാർജ് ഫോറിൻ ബില്ലുകൾക്ക് എപ്പോഴും കമ്പൽസറി ആണ്. നോട്ടിങ് ചാർജസ് ആർ നോർ ദ ഗെയിൻ ഓർ ലോസ് ടു ദ ഡ്രോയർ. ഡ്രോയർക്ക് നോട്ടിങ് ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗെയിനും അല്ല ലോസും അല്ല. ബിക്കോസ് നോട്ടിങ് ചാർജ് ആദ്യം തന്നെ ഡ്രോയർ എടുത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് പിന്നീട് ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്? ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ടിങ് ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലാഭമല്ല നഷ്ടമല്ല. ആർക്കാണ്? ഡ്രോയർക്ക്.
Then protest. Protest എന്ന് പറയുന്നത് എന്താ? The certificate issued by a notary public after noting the dishonored instrument is called protest. അപ്പോൾ നോട്ടിങ് ചെയ്യണത് ആരാന്ന് പറഞ്ഞത് നോട്ടറി പബ്ലിക് ആണ്. ഇങ്ങനെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ആയി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിങ് ചെയ്ത് നോട്ടറി പബ്ലിക് തരുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. നോട്ടറി പബ്ലിക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ആയി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തരുന്നു? നമുക്കൊരു ഡോക്യുമെൻ്റ് തരുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിൽ പറയുമ്പോൾ ഫസ്റ്റ് വൺ, ഹൗ മെനി പാർട്ടീസ് ആർ ഇൻവോൾവ്ഡ് ഇൻ എ ബിൽ? ബില്ലിൽ എത്ര പാർട്ടീസ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബില്ലിൽ 3 പാർട്ടീസാണ് ഉള്ളത്. ബില്ലിൽ 3 പാർട്ടീസാണുള്ളത്. പ്രൊമിസറി നോട്ടിൽ എത്ര പാർട്ടീസ് ഉണ്ടായിരുന്നു? നമുക്ക് 2 പാർട്ടീസാണ് പ്രൊമിസറി നോട്ടിൽ ഉണ്ടായിരുന്നത്. ബില്ലിലുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? ഡ്രോവർ, ഡ്രോയി, പേയ്. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, the person who draws the bill is called. ആരാണോ ബില്ല് ഡ്രോ ചെയ്യുന്നത് അയാളെ നമ്മൾ എന്താ പറയുക? ഡ്രോവർ എന്നാണ് പറയുന്നത്. ആരാണ്? ക്രെഡിറ്റർ അല്ലെങ്കിൽ ഡ്രോയർ. the next question, a bill before acceptance. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനെ പറയുന്ന പേരെന്താ? ഡോക്യുമെൻ്റ്, ഡ്രാഫ്റ്റ്, പ്രൊമിസറി നോട്ട്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഒരു ബിൽ, എ ബിൽ ബിഫോർ ആക്സെപ്റ്റൻസ് ഈസ് കോൾഡ് draft. A bill before acceptance is called draft. Then the process of encashing a bill by a bank is called. അപ്പോൾ എന്താ? ഒരു ബില്ല് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എൻകാഷ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാറുള്ളത്? ബിൽസ് മെച്ചുവേർഡ് ആണോ, ബിൽസ് ഡിസ്കൗണ്ടിങ് ആണോ, ബിൽസ് റിന്യൂവഡ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പം നമ്മൾ പറയുന്ന പേരെന്താ? ബിൽസ് ഡിസ്കൗണ്ടിങ്. നമ്മൾ ബില്ലിൻ്റെ എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എൻകാഷ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബിൽസ് ഡിസ്കൗണ്ടിങ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബിൽ ഈസ് മെറ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുൻപ് ബില്ലിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ് കേട്ടോ. ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ്. അതിനെ നമ്മൾ ബിൽസ് റിട്ടയറിംഗ് എന്നാണോ, ബിൽസ് മെച്ചുവേർഡ് എന്നാണോ? ബിൽസ് റിട്ടയറിംഗ് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ബിൽസ് റിട്ടയറിംഗ് ആണോ, ബിൽസ് മെച്ചുവേർഡ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ ഇവിടെ വരുന്നത് എന്താ? ബിൽ ഡ്യൂ ഡേറ്റിന് മുൻപ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ നമ്മൾ ബിൽസ് റിട്ടയറിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ബിൽസ് റിട്ടയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റർ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് റിബേറ്റ്. ഓക്കെ, ദെൻ ബിൽസ് മെച്ചുവേർഡ് എന്താ പറഞ്ഞത്? ബില്ലിൻ്റെ പേയ്മെൻറ്റ് ആ മെച്യൂരിറ്റി ഡേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ബിൽസ് മെച്ചുവേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.